ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലുള്ള അയില പൊരിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനിവിടെ 4 അയില ഞാനിവിടെ നല്ലപോലെ കഴുകി ഇതേപോലെ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 5 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് കീറിയത്, ഒരു അല്പം പൊടിയുപ്പ് ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് പെട്ടെന്നൊന്ന് തരിതരിപ്പായിട്ട് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂണ് മൈദപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് അളവിൽ മുളക് പൊടി, നല്ല എരിവ് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ തേങ്ങ അരച്ചത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച മസാല കൂട്ടും. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു മുറി ചെറുനാരങ്ങയുടെ നീര്, ഒരല്പം വെള്ളം, അതായത് ഒരു 1/2 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല കൂട്ട്. ആ തേങ്ങ അരച്ചത് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയും ഉണ്ടാവും. ഉപ്പ് പോരായ്ക വന്നുകൊണ്ട് അല്പം കൂടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ മീൻ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് 2 വശവും നല്ലതുപോലെ ആ മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മീൻ പൊരിക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാലും ഇതേപോലെ ഒരു മസാല കൂടുതൽ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല രുചിയായിരിക്കും. അപ്പം നല്ലതുപോലെ വരഞ്ഞ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ മസാലയൊക്കെ ചേർന്ന് പിടിക്കുകയുള്ളൂ. അപ്പം ഞാൻ 4 അയിലയും നല്ലതുപോലെ ഇതേപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശരിക്കും അതൊരു അരമണിക്കൂർ ഞാനിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലെ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മേലെ മസാല പറ്റിയില്ലെങ്കിൽ ഇതേപോലെ നമ്മൾക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി മസാല ആയതുകൊണ്ട് നമ്മൾ അല്പം എടുത്ത് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ 4 മീനും ഞാൻ ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം അടിഭാഗം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിടുക. അടിഭാഗം അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ 4 മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എണ്ണ പോരായതുകൊണ്ട് 1 സ്പൂണ് എണ്ണ കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ പോരായതുണ്ടായിരുന്നു, ഒരു 1/2 സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുത്ത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ആ ഫ്രൈ പാൻ എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. കാരണം നല്ല ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ മതി. എന്നതിന് ശേഷം നമ്മൾക്ക് തിരിച്ച് മറിച്ച് വിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ തീ ഒന്ന് അല്പം കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ മൊരിച്ചെടുത്താലാണ് ആ ദശയിലൊക്കെ ശരിക്കും ചേർന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പറായിട്ടില്ലേ. അപ്പോൾ നമ്മൾക്കത് കോരി മാറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ അതാ അടിപൊളി മീൻ പൊരിച്ചുണ്ട്, പിന്നെ ഒരു മീൻ കറിയാണ്. അപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.